റീലുകളാണ് ഇയാൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ മനുഷ്യാവകാശ സംഘടനയുടെ പേരിലും ആഷ്ലിന്റെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്നാണ് ഇയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ബോർഡും വെച്ചാണ് ഇയാളുടെ യാത്ര. അത്രയും മരടിൽ ഗുണ്ടാ സംഗമത്തിനിടെ പോലീസ് പിടിച്ചെടുത്ത വാഹനത്തിലും ഇതേ ബോർഡ്, അതായത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന ബോർഡ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ പ്രസ് ക്ലബ് യൂണിയന്റെ പ്രസിഡന്റ് ആണ് എന്നും ആഷ്ലിൻ പലപ്പോഴും സ്വയം രേഖപ്പെടുത്തുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അവാർഡ് വേദികളിൽ ആഷ്ലിൻ സാന്നിധ്യം അറിയിക്കാറുണ്ട്. ലോക് ബന്ധു ഫൗണ്ടേഷന്റെ ആസാദി പുരസ്കാര വേദി, അത് ഈ അടുത്തിടെയാണ് അതിന്റെ വിതരണം നടന്നത്. പല മാധ്യമപ്രവർത്തകർക്കും അതിൽ പുരസ്കാരം ലഭിക്കുകയും ചെയ്തിരുന്നു. മികച്ച സംരംഭകനും മികച്ച സിനിമാ നിർമ്മാതാവിനുമുള്ള ആസാദി പുരസ്കാരം ഈ ആഷ്ലിൻ ഏറ്റുവാങ്ങുകയുണ്ടായി. CPI നേതാവ് MV ജയരാജനാണ് അന്ന് പുരസ്കാരം വിതരണം ചെയ്തത്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇൻസ്റ്റാഗ്രാമിലെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാമിനെ പോലും ഇയാൾ കബളിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. ആഷ്ലിൻ ബെൽമനെ ഇൻസ്റ്റാഗ്രാമിൽ പിന്തുടരുന്നത് 3.1 മില്യൺ ആളുകളാണ്. ഇത്രയും ഫോളോവേഴ്സിനെ സൃഷ്ടിച്ചത് അത് തട്ടിപ്പ് വഴിയാണ് എന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. കേരളത്തിലെ മുൻനിര സിനിമാ താരങ്ങൾക്കോ മുഖ്യമന്ത്രിക്കോ പോലും ഇത്രയും ഫോളോവേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ച ആഷ്ലിനെ പോലീസ് തിരയുമ്പോഴും ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. പോലീസ് തിരയുകയാണ് ഇയാളെ, പക്ഷെ ഇയാൾ സമൂഹ മാധ്യമത്തിൽ വളരെ സജീവമായി നിൽക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നിരവധി പോസ്റ്റുകളാണ് ആഷ്ലിൻ ഇട്ടിട്ടുള്ളത്. ഞാൻ തൊട്ടുമുമ്പ് ഇയാളുടെ പ്രൊഫൈലിൽ കയറി നോക്കി. എനിക്ക് തോന്നുന്നു അയാളുടെ ബർത്ത്ഡേ ആയിരുന്നു തോന്നുന്നു. ഒരുപാട് പേർ വിഷ് ചെയ്തത് സ്റ്റോറിയാക്കി ഇട്ടിട്ടുമുണ്ട്. ഗുണ്ടാ മീറ്റപ്പിനിടെ 13 ഗുണ്ടകൾ പിടിയിലായെങ്കിലും ഇയാൾ പോലീസിനെ കണ്ടെന്ന് രക്ഷപ്പെടുകയായിരുന്നു. ടോം കുര്യാക്കോസ് വീണ്ടും തുടരുന്നു. ടോം, ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ. ഞാൻ ആദ്യം ചോദിക്കട്ടെ, ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ബോർഡൊക്കെ വെച്ച് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ സാധ്യതയും സാഹചര്യവും എന്താണ്? ഇതുവരെയും ആരും അതിലൊരു പരിശോധന നടത്തുന്നില്ല, ആരെയും ഒരു ക്രോസ് ചെക്കിങ് നടക്കില്ലേ? ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗമാണ് എങ്കിൽ നമുക്ക് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്തോ അത് തന്നെയാണ് നമ്മൾ ഏറെ പരിശോധിക്കേണ്ട ഒരു കാര്യം. കാരണം കേരളത്തിൽ, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഡൽഹി രജിസ്ട്രേഷനിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ പേരിലുള്ള പല വാഹനങ്ങൾ, മറ്റു പല സംസ്ഥാനങ്ങളുടെയും ബോർഡ് വെച്ച നിരവധി വാഹനങ്ങൾ, ചുമന്ന ബോർഡ് വെച്ച നിരവധി വാഹനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്നുണ്ട്. ഇത് കൃത്യമായും കേരള പോലീസ് പരിശോധിക്കാറേ ഇല്ല. അതായത് ഒരു ചുമന്ന ബോർഡ് വെച്ച വാഹനവുമായി കേരളത്തിൽ ആർക്കും എങ്ങനെയും സഞ്ചരിക്കാം. അവിടെ ഒരു VIP പരിരക്ഷ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതുകൊണ്ട് തന്നെയല്ലേ ഈ ആഷ്ലിൻ ബെർമനെ പോലെയുള്ള തട്ടിപ്പുകാർ ഇതുപോലെ സ്വൈരവിഹാരം നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ആഷ്ലിൻ ബെർമൻ ഈ ബോർഡ് വെച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ പല ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലും പല അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പവും ആഷ്ലിൻ ബെർമൻ നിൽക്കുന്ന ചിത്രവും ഈ സമൂഹ മാധ്യമങ്ങൾ, അതായത് ഇൻസ്റ്റാഗ്രാം, ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം ഏറ്റവും നമ്മൾ മാധ്യമ പ്രവർത്തകരെ അടക്കം കബളിപ്പിച്ചുകൊണ്ട് ഇയാൾ തമിഴ്നാട്ടിലെ പ്രസ് ക്ലബ് യൂണിയന്റെ പ്രസിഡന്റ് എന്ന് സ്വയം അവകാശപ്പെടുന്നു. ഒരുപക്ഷെ ഈ പേരുകളിലൊക്കെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന കമ്മീഷന്റെ വൈസ് പ്രസിഡന്റ്, ഈ തമിഴ്നാട് പ്രസ് ക്ലബ് യൂണിയന്റെ പ്രസിഡന്റ്, സിനിമാ നിർമ്മാതാവ്, ഈ പേരുകളിലൊക്കെ സ്വാഭാവികമായും നിരവധി ആളുകളിൽ നിന്നും ഇയാൾ പണം തട്ടിയെടുത്തിട്ടുണ്ടാകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ആഷ്ലിൻ ബെർമന് എങ്ങനെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് ലഭിച്ചു എന്നുള്ളത് ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. ഇയാളുടെ റീലുകളിൽ, അതായത് റീൽസിലൂടെയാണ് ഇയാൾ താരമാകുന്നത്. ഇൻസ്റ്റഗ്രാമിനെ പോലും കബളിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൽദോ അതിന്റെ വിവരങ്ങൾ നേരത്തെ പങ്കുവച്ചിരുന്നു. 3.1 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലുള്ള കേരളത്തിലെ ഒരൊറ്റ രാഷ്ട്രീയ നേതാവിനും അത്രയും ഫോളോവേഴ്സ് ഇല്ല. മോഹൻലാലും, മമ്മൂട്ടി, ടൊവിനോ തോമസ്, അങ്ങനെ ഏതാനും ചില സൂപ്പർ താരങ്ങൾക്ക് മാത്രമാണ് കേരളത്തില് മലയാളികളിൽ ഇത്രയധികം ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ളത്. ബാക്കി നമുക്കാർക്കും, അതായത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളില് ഏകദേശം 10% ആളുകൾ, അതായത് 3.1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു 10% ജനസംഖ്യ വരും. ഇത്രയും ആളുകള് ഈ ആഷ്ലിൻ ബെർമനെ പിന്തുടരുന്നുണ്ട്. ഒരുപക്ഷെ തമിഴ്നാട്ടിലെ ആളുകളാകാം, പക്ഷെ എൽദോയ്ക്കോ എനിക്കോ ഈ ആഷ്ലിൻ ബെർമനെ കുറിച്ച് അറിയില്ല. നമ്മൾ ആഷ്ലിൻ ബെർമനെ, ആഷ്ലിൻ എന്ന വ്യക്തി, ആഷ്ലിൻ എന്ന പേര് നമ്മൾ കേൾക്കുന്നത് മരടിലെ ഗുണ്ടാ മീറ്റപ്പിലൂടെയാണ്.
പിന്നീട് നമ്മൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ആഷ്ലിൻ ബെർമൻ എന്ന ഒരു പേരിലേക്ക് എത്തുന്നത്. ഇയാൾ ഡോക്ടർ ആഷ്ലിൻ ബെർമൻ എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ, പൂർണ്ണമായി നോക്കിക്കഴിഞ്ഞപ്പോൾ നിരവധി സിനിമാ താരങ്ങൾ, ചില രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ഇയാളുടെ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. കേരള പോലീസ് അടിയന്തരമായി ഇയാളെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. കാരണം എത്ര ആളുകൾ ഈ ആഷ്ലിൻ ബെർമന്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നത് പരിശോധിക്കണം. മരടിൽ കഴിഞ്ഞ ദിവസം ഈ VIP ഗ്രൂപ്പിന്റെ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട നിരവധി സാധുക്കളായ ജനങ്ങൾക്ക് ഈ കിറ്റുകൾ, ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു. ഒരുപക്ഷെ അതുപോലും അത് ആളുകളെ, സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ടാണോ എന്ന് പരിശോധിക്കണം. മാത്രമല്ല ഇയാളുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ ആഭരണങ്ങളുടെ ഒരു ശേഖരം തന്നെ കാണാൻ കഴിയും. അത് സ്വർണമാണോ അതും തട്ടിപ്പാണോ എന്നറിയില്ല. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മോൻസൺ മാവുകളുടെ തട്ടിപ്പ് കേസ് അറിയാം. അത് പുരാവസ്തു തട്ടിപ്പുകാരൻ അല്ലെങ്കിൽ മോൻസൺ മാവുകൾ പല രീതിയിൽ തട്ടിപ്പ് നടത്തി. അതിന്റെയൊക്കെ മോൻസൺ മാവുകളുടെ തട്ടിപ്പിനേക്കാൾ 10 മടങ്ങ് തട്ടിപ്പാണ് ആഷ്ലിൻ ബെർമൻ നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, വെബ്സൈറ്റിലൂടെ തെറ്റായ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുക, സ്വാഭാവികമായും അത് പണം തട്ടിപ്പിന്റെ ഭാഗമായിട്ടായിരിക്കാം. നിരവധി ഫോളോവേഴ്സ് ഇയാൾക്കുണ്ട്, നിരവധി അനുയായികളുണ്ട്. ഒരുപക്ഷെ ഒരു ഗുണ്ടാ സാമ്രാജ്യം തന്നെ ഉണ്ടായിരിക്കാം. അത് നമുക്ക് കൃത്യമായി അറിയില്ല. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിക്കേണ്ടതാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും എത്രത്തോളം ക്രിമിനൽ കേസുകളിൽ ഈ ആഷ്ലിൻ ബെർമൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതുൾപ്പെടെ പരിശോധിക്കേണ്ട വിഷയമാണ്. എൽദോ, വലിയ തോതിൽ ഗുരുതരമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്, ഗൗരവതരമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ടോം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവികമായും ഈ ഒരു അവാർഡ് വേദിയിൽ മികച്ച നിർമ്മാതാവിനുള്ള പുരസ്കാരം നൽകണമെങ്കിൽ അയാൾ ഒരു സിനിമയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? എത്ര സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആഷ്ലിൻ ബെർമൻ എന്ന നിർമ്മാതാവ്? എൽദോ, കഴിഞ്ഞ ദിവസം ഇയാളുടെ തന്നെ ഒരു യൂട്യൂബ് പേജില് ഒരു സാധാരണ യൂട്യൂബ് പേജാണ്. 61 ആളുകൾ മാത്രമാണ് ഇതുവരെ കഴിഞ്ഞ 2 മാസത്തിനിടെ അത് കണ്ടിരിക്കുന്നത്. ഇയാളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ പറയുന്നു താൻ 6 സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള വ്യക്തിയാണ്. തമിഴ്, കന്നഡ, തെലുങ്ക് ഉൾപ്പെടെയുള്ള സിനിമകൾ നിർമ്മിച്ചിരിക്കുന്നു. ഇനി മലയാളത്തിലേക്ക് സിനിമ നിർമ്മിക്കാൻ എത്തുന്നു. ഇവിടെ വലിയ രീതിയിൽ കോടികൾ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. VIP ഗ്രൂപ്പ് എന്ന പേരിൽ സിനിമാ കമ്പനിക്ക് തുടക്കമിടുന്നു. ആ സിനിമാ കമ്പനിയുടെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചി മരടിലെ സംഘടിപ്പിച്ചത് എന്നായിരുന്നു പോലീസിനോട് ഉൾപ്പെടെ പറഞ്ഞത്. ഒരുപക്ഷെ പോലീസ് പല ആളുകളെയും അന്നത്തെ ആ ഗുണ്ടാ മീറ്റപ്പിലും ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുത്ത ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോലീസ് ഈ ആളുകളെ പോലും കബളിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ ചില അത്ര പ്രധാനപ്പെട്ട താരങ്ങളല്ല, പക്ഷെ സിനിമാ രംഗത്തുള്ള, സംഗീത രംഗത്തുള്ള ആളുകളൊക്കെ ഈ ഗുണ്ടാ മീറ്റപ്പിലും VIP ഗ്രൂപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുത്തിരുന്നു. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇതൊരു സിനിമാ നിർമ്മാണ കമ്പനിയുടെ ഉദ്ഘാടനമായിരുന്നു, അതിനുവേണ്ടി എത്തിയതാണ്. ഞാൻ ഈ ഗുണ്ടാ മീറ്റപ്പിൽ പങ്കെടുത്ത, ഈ ഉദ്ഘാടന ചടങ്ങിലടക്കം പങ്കെടുത്ത ഏതാനും ആളുകളുമായി സംസാരിക്കാൻ കഴിഞ്ഞു. അവരും പറഞ്ഞത് അവർ സാധാരണക്കാരായ മനുഷ്യരാണ്. ഒരുപക്ഷെ അവരുടെ ഐഡന്റിറ്റി നമ്മൾ വെളിപ്പെടുത്തണ്ട എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അത് പുറത്തുവിടാത്തത്. അവർ തെറ്റിദ്ധരിക്കപ്പെട്ട് ഈ ഉദ്ഘാടന ചടങ്ങിൽ വന്നവരാണ്. സിനിമ എന്ന മോഹവുമായി വർഷങ്ങളായി നടക്കുന്നവരുണ്ട്. ഒരു സിനിമയിൽ സംഗീത സംവിധായകനാകാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കൊച്ചി എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരു പ്രശാന്തിനെ കബളിപ്പിക്കുന്നു. അങ്ങനെ പ്രശാന്തിനെ അവിടെ എത്തിക്കുന്നു. പ്രശാന്തിനോട് പറയുന്നത് ഈ ഒരു സംഗീത സംവിധായകനാക്കാം എന്ന് പറഞ്ഞാണ്. അങ്ങനെ വലിയ സ്വപ്നങ്ങളുമായി പ്രശാന്ത് അവിടെ എത്തുന്നു. പക്ഷേ പിന്നീടാണ് പോലീസിന്റെ റെയ്ഡ് നടക്കുന്നത്. ഇത് താൻ കബളിപ്പിക്കപ്പെട്ടു പ്രശാന്ത് പോലും ആ സമയമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നിരവധി ആളുകൾ ഈ കബളിപ്പിക്കപ്പെട്ട് അന്നത്തെ VIP ഗ്രൂപ്പിന്റെ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ, ആ സിനിമാ നിർമ്മാണ കമ്പനിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ അതായത് ഈ ആഷ്ലിൻ ബെർമന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ പല പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളുടെ അടക്കം ചിത്രങ്ങൾ ഇതിനകത്ത് പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവർക്കൊക്കെ ഇത് അറിയില്ലായിരിക്കാം. കാരണം അങ്ങനെ ബോധപൂർവം ഇതുപോലുള്ളൊരു ഒരു കെണിയിൽ പെടുമോ എന്ന കാര്യം സംശയമാണ്. നമ്മൾ കൃത്യമായി പരിശോധിച്ചു. അതായത് നടി പ്രിയങ്കയുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ VIP സ്പെഷ്യൽ ഗസ്റ്റ് എന്ന പേരിലാണ് നടി പ്രിയങ്കയുടെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ വ്യക്തികളുടെ ചിത്രങ്ങളും, ശിവാനി ഗൗഡ, കന്നഡ ആർട്ടിസ്റ്റ് ശിവാനി ഗൗഡയുടെ ചിത്രം ഇതിൽ കാണാൻ കഴിയും. അങ്ങനെ ഓരോരുത്തരുടെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ആഷ്ലിൻ ബെർമൻ പുറത്തുവിട്ടിരുന്നു. ഇവരൊക്കെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ല. പക്ഷേ
ഇങ്ങനെയുള്ള ഇവർ പോലും അറിയാതെ പല ആളുകളുടെയും ഫോട്ടോകൾ, ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു. ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് രീതിയിലുള്ള തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നു. സ്വാഭാവികമായി അന്നത്തെ ആ ഉദ്ഘാടന ചടങ്ങിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതികൾ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആഷ്ലിൻ ബർമിന്റെ, അങ്ങനെയെങ്കിൽ ആഷ്ലിൻ ബർമിന്റെ ബന്ധങ്ങളടക്കം പരിശോധിക്കേണ്ടതാണ്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുമായി, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളുമായി, സിനിമാ പ്രവർത്തകരുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമുണ്ട്, പെരുമ്പാവൂരൻസിന്റെ കൂട്ടാളിയാണ് ആഷ്ലിൻ ബർമൻ എന്ന്. അങ്ങനെയെങ്കിൽ പെരുമ്പാവൂരൻസിന്റെ ബന്ധങ്ങൾ കേരളത്തിലെ മലയാളത്തിലെ പല പ്രധാനപ്പെട്ട താരങ്ങളും VIP ഗ്രൂപ്പിന്റെ ദുബായിൽ ഉദ്ഘാടന ചടങ്ങിൽ, ഓഫീസിന്റെ ദുബായിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അവരുമായി ആഷ്ലിൻ ബർമന് ബന്ധമുണ്ടോ? അത് ഏത് രീതിയിലുള്ള ബന്ധമാണ്? ആഷ്ലിൻ ബർമന്റെ സാമ്പത്തികമായ വളർച്ച എങ്ങനെയാണ്? കാരണം ഇയാളുടെ പല റീൽസുകളും പരിശോധിച്ചാൽ BMW, ഓഡി, ബെൻസ് ഉൾപ്പെടെയുള്ള ആഡംബര വാഹനങ്ങളിലാണ് യാത്ര. ഇതെങ്ങനെയാണ് ഇയാൾക്ക് ഇത്രയധികം സാമ്പത്തികം കൈവരിക്കാൻ കഴിഞ്ഞത്? തട്ടിപ്പുണ്ടോ, സ്വർണ്ണക്കടത്തുണ്ടോ, മറ്റേതെങ്കിലും കള്ളക്കടത്തുകൾക്ക് നേതൃത്വം നൽകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്.